ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു നോൺ വെജ് ടേസ്റ്റിലുള്ള ഫ്രൈഡ് റോ ബനാന കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെണ്ണീർപ്പൂവിൻ്റെ 5 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ടെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും ഇട്ടെടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 7 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം. ഇനി ഒരു 8 അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുന്നു വേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. കണ്ടോ, നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കായ ഉണ്ടല്ലോ, അത് ഇട്ടെടുക്കാം. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പുറമേയൊക്കെ ഒന്ന് ചെറുതായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും 4 വറ്റൽമുളകും ഇട്ടെടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസിൻ്റെ എല്ലാം പച്ച ചുവയെല്ലാം പോയിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കറി അത്യാവശ്യം നല്ല തിക്കായിട്ട് റെഡിയാക്കുന്നതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ അരപ്പെല്ലാം നല്ല പോലെ കുക്കായിട്ട് വരണം. ശരിക്കും ഈ ഒരു കറി കഴിക്കുമ്പോൾ പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല കേട്ടോ. ഒരു നോൺ വെജ് കറിയുടെ ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇനി കറി എന്തായെന്ന് തുറന്നു നോക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വാളംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിഴിഞ്ഞിട്ട് പുളിവെള്ളം കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കറി തിളച്ചിട്ടൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ഇത് കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചക്കായയിലെല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇതൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറി എന്തായെന്ന് തുറന്നു നോക്കാം. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കറി വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ഫ്രൈഡ് റോ ബനാന കറി റെഡി. നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നല്ല നോൺ വെജ് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഫ്രൈഡ് റോ ബനാന കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.